ഹലോ ഫ്രണ്ട്സ്, അപ്പം തന്നെ നമുക്ക് മഴവില്ല ഉണ്ടാക്കിയാലോ? ഞാൻ മഴവില്ലാക്കുന്ന സമയത്തൊന്ന് ആലോചിക്കായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ട് എപ്പോഴാണ് മഴവില്ല് കണ്ടേന്ന്. അപ്പം ഇങ്ങനെ എൻ്റെ ഓർമ്മ ചെന്നെത്തി നിന്നത് എൻ്റെ ഒരു 3ാം ക്ലാസ് 4ാം ക്ലാസ് സമയത്താണ് കേട്ടോ. അന്നൊക്കെ നമുക്ക് ഈ ക്ലാസ്സിൽ മഴവില്ലിനെ കുറിച്ചുള്ള പാഠങ്ങൾ ഉണ്ടാവുമ്പോൾ അതിലൊക്കെ ടീച്ചർ പഠിപ്പിക്കും. അപ്പോൾ നമ്മൾ പാഠപുസ്തകത്തിലുള്ള മഴവില്ലിൻ്റെ ഫോട്ടോ കാണണമെന്നല്ലാണ്ട് അതുവരെ നേരിട്ട് ഞാൻ മഴവില്ല് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ടീച്ചർ എടുക്കുന്ന സമയത്ത് അന്നത്തെ കാലത്തൊക്കെ നമ്മുടെ വിചാരം നമ്മുടെ നാട്ടിലൊന്നും മഴവില്ല് കാണാൻ പറ്റില്ല എന്നാണ് കേട്ടോ. പക്ഷെ അന്ന് തന്നെ എൻ്റെ ഒരു കൂട്ടുകാരി എനിക്കൊരു അത്ഭുതം കാണിച്ചെന്നു സത്യത്തിൽ. അതായത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ കൈ കഴുകാൻ പോകുന്ന സമയത്ത് പൈപ്പിൽ നിന്ന് വെള്ളം ഒരു സൈഡിലേക്ക് ഭയങ്കര ഫോഴ്സിൽ കൈ കൊണ്ടാക്കിയ സമയത്ത് അതാ ഞാൻ അത്ര വർഷം നമ്മുടെ നാട്ടിൽ കാണില്ല എന്ന് വിചാരിച്ചിരുന്ന ആ മഴവില്ല് അവിടെ നമുക്ക് മുഴുവനായിട്ടല്ലെങ്കിലും ചെറിയൊരു മഴവില്ല് നമുക്ക് അവിടെ കാണാൻ പറ്റി. അതായിരുന്നു എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ മഴവില്ല് കണ്ടിട്ടുണ്ടായിരുന്ന ഒരു നിമിഷം. എനിക്കത് ശരിക്കും അത്ഭുതമായിരുന്നു സത്യത്തിൽ ആ മഴവില്ല് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ അതിന് ശേഷം നമുക്ക് ശരിക്കും മഴ പെയ്തിട്ടുണ്ടാവുന്ന മഴവില്ലൊക്കെ കുറേ കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യത്തെ മഴവില്ലിൻ്റെ കാഴ്ച ഒരിക്കലും എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല കേട്ടോ. അപ്പം ഇങ്ങനെ ആലോചിക്കുമ്പോൾ എത്ര ഓർമ്മകളാലേ നമുക്ക് കുട്ടിക്കാലത്ത് ഇങ്ങനെ പ്രത്യേകിച്ച് ഭാരങ്ങളൊന്നും ഇല്ലാണ്ട് മനസ്സ് ഫ്രീ ആയിരുന്ന സമയത്ത് നമുക്ക് എത്ര ഓർമ്മകളാണ്. പക്ഷെ ഇപ്പം അത് ആലോചിക്കുമ്പോൾ ഒരു നെഞ്ചിലൊരു എന്തോ ഒന്ന് കൊത്തി വലിക്കണ പോലെ ഒരു ഫീലാണ്. പക്ഷെ ഓക്കെ, ആ ഒരു സമയം കടന്നു പോയി, ഓക്കെയാണ്. ഇപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോഴത്തെ നിമിഷത്തിൽ നമ്മൾ ജീവിക്കുക. ഇപ്പോഴും നമ്മൾ കടന്നു പോകുന്ന ഓരോ നിമിഷവും നമുക്കിനി തിരിച്ച് കിട്ടില്ല അല്ലേ. നമ്മൾ ജീവിക്കുന്ന ഓരോ നിമിഷവും അത് പോയി കഴിഞ്ഞതാ. അപ്പോൾ ഓരോ നിമിഷത്തിലെ ഹാപ്പി ആയിട്ടിരിക്കുക. സങ്കടങ്ങൾ വരും, സന്തോഷങ്ങൾ വരും, അതൊക്കെ മിക്സ് ചെയ്ത് തന്നെയാണല്ലോ അല്ലേ ലൈഫ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം അടിച്ചു പൊളിക്കുക, അങ്ങനെ ജീവിക്കുക. കാരണം നാളെ ഒരു സ്ഥലത്ത് നമ്മൾ കഴിഞ്ഞെത്തുമ്പോൾ അവിടെ ഒരാൾ ചോദിക്കുമല്ലോ, നീ എന്ത് ചെയ്തു നിൻ്റെ ലൈഫിൽ എന്ന്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റണം, എൻ്റെ ലൈഫ് ഞാൻ മാക്സിമം ജീവിച്ച് തീർത്തു, അടിച്ചു പൊളിച്ച് സന്തോഷമായിട്ട് ജീവിച്ച് തീർത്തു എന്ന് പറയണ്ടേ. അങ്ങനെ അപ്പോൾ അതാ പറഞ്ഞ് മഴവില് സെറ്റായി കേട്ടോ. ഒരു കീ ചെയിനൊക്കെ ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.